നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം ഫോർ എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. DAG or directed acyclic graph is a graph which is directed and has no cycles. ഗ്രാഫ് ഡയറക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ എല്ലാ എഡ്ജുകൾക്കും ഡയറക്ഷൻ ഉണ്ടെന്നർത്ഥം. പിന്നെ ഗ്രാഫിൽ സൈക്കിൾസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം നോഡ് 1-ൽ നിന്ന് ഞാൻ നോഡ് 3-യിലേക്ക് വരുന്നു, ദെൻ നോഡ് 3-യിൽ നിന്ന് നോഡ് 2-യിലേക്ക് വരുന്നു. ഒരു പക്ഷേ നോഡ് 2-ൽ നിന്ന് തിരിച്ച് നോഡ് 1-ലേക്കും കൂടെ വരാൻ സാധിച്ചിരുന്നു എങ്കിൽ നമുക്ക് പറയാമായിരുന്നു വി ആർ ഹാവിങ് സൈക്കിൾസ്. അതായത് നമ്മൾ ജേർണി ഒരു പർട്ടിക്കുലർ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് വി ആർ വിസിറ്റിംഗ് സർട്ടൻ അതർ നോഡ്സ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു റിട്ടേൺ ബാക്ക് ടു ദ സെയിം നോഡ്, നമ്മൾ ജേർണി തുടങ്ങിയ അതേ നോഡിലേക്ക് നമുക്ക് വന്ന് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡ് ലൂപ്പിനെ നമുക്കൊരു സൈക്കിൾ എന്ന് വിളിക്കാം. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് ഡയറക്റ്റഡ് ഗ്രാഫാണ്, പക്ഷേ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജേർണി ഒരിക്കലും 1-ൽ എൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഗ്രാഫിൽ ഇപ്പോൾ ഒരു സൈക്കിൾ ഇല്ല. So a directed graph which has no cycles in it is termed as a directed acyclic graph. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു DAGയിൽ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നതെന്ന്. സ്റ്റെപ്പ് നമ്പർ 1, തന്നിരിക്കുന്ന ഗ്രാഫിൽ ടോപ്പോളജിക്കൽ സോർട്ട് പെർഫോം ചെയ്യുക. എങ്ങനെയാണ് ടോപ്പോളജിക്കൽ സോർട്ട് പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൂടെ കണ്ടതാണ്. ടോപ്പോളജിക്കൽ സോർട്ട് പെർഫോം ചെയ്തതിന് ശേഷം കിട്ടുന്ന ലീനിയർ ഓർഡേർഡ് ഗ്രാഫിനെ നമുക്ക് G' എന്ന് വിളിക്കാവുന്നതാണ്. ഈ പുതിയ ഗ്രാഫിലെ ഓരോ നോഡുകളെ വീതം 1/1 തിരഞ്ഞെടുത്ത് സെലക്റ്റഡ് നോഡിൻ്റെ എല്ലാ എഡ്ജുകളും റിലാക്സ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. ആദ്യം നമുക്ക് ഈ ഗ്രാഫിനെ ടോപ്പോളജിക്കൽ സോർട്ട് അപ്ലൈ ചെയ്ത് ഒരു ലീനിയർ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ടോപ്പോളജിക്കൽ സോർട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലീനിയർ ഓർഡേർഡ് ഗ്രാഫ് ഇതാണ് എന്ന് കരുതുക. അൽഗോരിതത്തിൻ്റെ റൂൾ അനുസരിച്ച് ആദ്യം സോഴ്സ് നോഡിനെ തിരഞ്ഞെടുക്കണം. ഞാനിവിടെ S എന്ന ഈ നോഡിനെ സോഴ്സ് നോഡായി തിരഞ്ഞെടുക്കുന്നു. സോഴ്സ് നോഡിൻ്റെ D വാല്യൂവിനെ നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. സോഴ്സ് നോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ നോഡുകളുടെയും D വാല്യൂ നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാം. Among this list of vertices, we will take vertex 1 by 1 starting from the extreme left and we will proceed slowly towards the right. So first we will take the vertex R. We will process all the edges starting from this vertex. There are 2 such edges and we will first take this edge. This edge moves from vertex R to vertex T. From the figure it is clear that D of R is infinity, W of R comma T is 3. So we need to add these two values. Infinity plus 3 will give you infinity. And we know that D of T is also infinity. Now, since the value of this node and the computed value both are same, there is no need of any updation. So the value at this node will remain infinity itself. Now let us process this edge, and this edge moves from R to S. D of R is equal to infinity and W of R comma S is 0. Adding these two values we will get infinity plus 0 is equal to infinity, and we know that D of S is equal to 0. Since the value of D of S is 0 and the newly computed value is infinity, this value is very large compared to this value. So no need of updating the value at node S. Node S will have still the value as 0. Since both the edges starting from the node R has been processed, we can move to the next vertex, which is vertex S. And we know that there are 2 edges starting from this vertex and we need to process both these edges. Let us take first this edge. As we know that this edge moves from S to T, D of S is 0, W of S comma T is 2. Adding these two values we will get 0 plus 2 is equal to 2, and we know that D of T is equal to infinity. Since the value of D of T is infinity and the newly computed value is 2, this 2 is less than this infinity. So now at this moment we need to update the value of D of T. So the new value of D of T is 2. So now let us process this edge, and this edge moves from S to X. We know that D of S is 0 and W of S comma X is 6. So let us add these two values. We will get 0 plus 6 is equal to 6.
and we know that d of x is infinity. Since the newly computed value is less than the value at node x, we can update the value of d of x. So the new value of d of x will be 6. You can see that there were two edges starting from the node s, one from s to t and one from s to x. Both these edges have updated the values of the nodes t and x. Let us move on to the next node. Now let us take the node t, and we know that there are three edges which starts from t. One is from t to x, one is from t to y, and the next is from t to z. We will process each of these three edges one by one. Let us start from this edge which moves from t to x. When we take the edge from t to x, we notice that d of t is 2, w of t comma x is 7, and d of x is 6. Let us substitute the values in this equation. We will get d of t plus w of t comma x is equal to 2 plus 7, which is equal to 9, and the value at node x is 6. Since the newly computed value is greater than the value at the node x, there is no need to update the value at node x. So d of x will be 6 itself. So now let us take this edge moves from t to y. We know that d of t is 2, w of t comma y is 4, and d of y is infinity. Let us substitute these values in the equation. We will get d of t plus w of t comma y is equal to 2 plus 4, which is 6, and the value at node y is infinity. Since the newly computed value is very much less than the value at node y, we need to update the value of node y. So the new value of d of y will be equal to 6. You can see that the value at node y has been updated. Moving on to the next edge, which moves from t to z. So this is the edge to be taken into consideration. We know that this edge moves from t to z. So d of t is 2, w of t comma z is 2 again, and d of z is infinity. Let us substitute these values in the equation. We will get d of t plus w of t comma z is equal to 2 plus 2, which is equal to 4. We know that the value at the node z is infinity. The newly computed value is 4, which is much less than the value at the node z. So we have decided to update the value at node z, and therefore d of z will be equal to 4. As you can see, all the edges starting from the node t has been successfully processed, so we can move on to the next node. Let us select the node x. You can see that there are two edges starting from the node x. We will select these edges one by one and we will process them. Let us take this edge first. Since this edge moves from x to y, d of x is 6. D of y is also 6. W of x comma y is minus 1. Let us substitute these values in the equation, and we will get d of x plus w of x comma y is equal to 6 plus minus 1, which is 5. We noticed that the value at node y is 6. And the newly computed value is 5, which is less than the value at this node. So we have decided to update the value at node y, and therefore d of y will be equal to 5. You can see that we have updated the value at node y, and now let us take the next edge starting from x. This time I am going to take this edge which moves from x to z, and it is clear that d of x is 6, d of z is 4, and w of x comma z is 1. So now let us substitute these values in the equation. We will get d of x plus w of x comma z is equal to 6 plus 1, which is equal to 7. And the value at node z is 4. We noticed that the newly computed value is greater than the value stored at this node. So there is no need of any updation. D of z will be 4 itself. Since all the edges starting from node x has been processed successfully, let us move on to the next node. This time I am going to select the node y, and we know that there is only one edge which starts from this node. D of y is equal to 5.
w of y comma z is equal to minus 2 and d of z is equal to 4. Let us substitute these values in the equation and we will get d of y plus w of y comma z is equal to 5 plus minus 2, which is 3. We noticed that the value at node z is 4 and the newly computed value is 3, which is less than the value at node z. So there is no doubt you can update the value at node z and the new value of d of z will be 3. Since all the edges of node y has been successfully processed, we can move on to the next vertex, which is z. But to our surprise, vertex z does not have any edges starting from it. That means there is no need of processing any edges because there are no edges which starts from the node z. One more thing, we have updated the values of all the vertices except node r. What happened to node r? Node R is a node which does not have any incoming edges. If there are no edges that are coming to node R, how can we update the value of R? So because of this reason, we have updated all the remaining nodes except the node R. So still node R is having the value infinity in it. So this is how we solve shortest path problem in a directed acyclic graph. Very simple. You have to just use the relax function for all the edges starting from each and every vertex in the graph. Take the vertex from the extreme left and proceed to the right. Finally, we have the least values in each of these nodes. Hope you all understood the concept. Thank you.